ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ അൻസിയ. അപ്പോൾ ഇത് അടിപൊളി കോളാണ്. ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കുറേ നേരമായി. പിന്നെ നമുക്ക് ഓഫുള്ള ദിവസമൊക്കെ നമുക്ക് അങ്ങനെ ആയിരിക്കുമല്ലോ. ശരിക്കും എനിക്ക് ഓഫല്ലായിരുന്നു, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു ഇന്ന്. പക്ഷെ ഞാൻ വിളിച്ച് ഓഫ് ചോദിച്ചു. എനിക്ക് മന്ത്ലി 4 ഓഫ് നമുക്ക് ഓൾറെഡി ഉണ്ട്, പക്ഷെ ഞാൻ 3 ഓഫ് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്ന് തന്നെ 23 ആയി. അപ്പോൾ ഇനി കുറച്ച് ദിവസം അങ്ങോട്ടേ ഉള്ളൂ. ഞാൻ വിചാരിച്ചിരുന്ന ബർത്ത്ഡേക്ക് ഓഫ് എടുക്കാമെന്നായിരുന്നു, പക്ഷേ നൈറ്റിൻ്റെ ഇടയ്ക്ക് എന്തായാലും ഓഫ് തരില്ല എന്നെങ്ങാനും പറഞ്ഞാലോ എന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ഒരു പ്രോഗ്രാമുണ്ട്, അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ഓഫ് എടുക്കാം. ഇന്ന് എല്ലാവരും ഓഫ് മോർണിംഗ് ഡ്യൂട്ടി ഒക്കെയാണ് കേട്ടോ. ഇന്ന് ആർക്കും ഇല്ലെന്ന് തോന്നി ഈവനിങ് ഡ്യൂട്ടി. എന്താണെന്ന് വെച്ചാൽ ഇന്ന് 3 to 9 ഈവനിങ് 3 to 9 ഹൈദരാബാദി മലയാളീസിനൊരു ഇവൻറ്റ് വെച്ചിട്ടുണ്ട്. അയ്യോ, എൻ്റെ ഇവിടെ ഒരു കുരുവല്ലേ. മെധാപൂർ എന്നാണ് പറഞ്ഞത്. സ്ഥലത്തിൻ്റെ പേരറിയാമെന്നല്ലാണ്ട് ഞങ്ങൾക്ക് എവിടെയാണെന്നൊന്നും അറിയത്തില്ല. ഊബർ ബുക്ക് ചെയ്ത് പോകണം. അപ്പം ഓണപ്പരിപാടിയൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് അവിടെ ഗാനമേളയും കാര്യങ്ങളൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യാം. നമ്മളെല്ലാവരും കൂടെ ഇന്ന് പുറത്തൊന്നും പോയിട്ടില്ല അല്ലേ? എല്ലാവരും കൂടെ ഒരു ദിവസം രാത്രി ഐസ്ക്രീം കഴിക്കാൻ വരുന്നത് അങ്ങനല്ല. നമ്മൾ അപ്പോൾ ചാർമിനാർ അങ്ങനെയുള്ള നമ്മൾ പുറത്തോട്ട് പോയിട്ടില്ലല്ലോ. നമ്മളിവിടെ ഔട്ട്സൈഡ് കടകളിലൊക്കെ ചായ, നൂഡിൽസ്, അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ തിന്നാൻ പോയിട്ടുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മളങ്ങനെ എല്ലാവരും കൂടെ പുറത്തൊന്നും പോയിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മളിന്ന് എല്ലാവരും കൂടെ പുറത്ത് പോവുകയാണ് ഗൈസ്. ഇപ്പോൾ 2 പേര് മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയിക്കുവാണ്. ഞാനും അമൃതയും ഓഫ് വാങ്ങിച്ചു. അഹല്യയ്ക്ക് ഓൾറെഡി ഓഫായിരുന്നു. ഞാനും അമൃതയും ചോദിച്ച് ഓഫ് വാങ്ങിച്ചു. സോനയും ലിസയും മോർണിംഗ് ഡ്യൂട്ടിക്ക് പോയിക്കുന്നു. പിന്നെ ജീഷ്മി ചേച്ചിയുടെ അഖില ചേച്ചിയുടെ കാര്യം അറിയത്തില്ല. അഖില ചേച്ചിക്ക് സോനയ്ക്ക് മോർണിംഗ് ആണെങ്കിൽ അഖില ചേച്ചിക്ക് ഈവനിങ് വരുമായിരുന്നു. അപ്പോൾ അഖില ചേച്ചിക്ക് ഈവനിങ് ആയിരിക്കും. അവരുടെ പേരെന്തായാലും കൊടുത്തിട്ടുണ്ട്. ഞാൻ പേരെല്ലാവരുടെയും അയച്ചു കൊടുത്തായിരുന്നു. സോ ഞങ്ങളെ പേടിപ്പിക്കണ്ട, ഞാൻ വീഡിയോ എടുക്കുക. ലെമൺ വാട്ടർ, ഐ മേക്ക് ലെമൺ. അതെ, വേണമെന്ന് കുറച്ച് കൊടുത്തു. എന്തിന് ഉപ്പുണ്ടാണ്. അപ്പൊ എന്തിനാ ഉപ്പ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഓടിക്കാണ് പറഞ്ഞു. ക്ലാസ്സിൽ വന്നിട്ട് ഒരു ഗ്ലാസ് ഒഴിക്കാൻ പറഞ്ഞു. അപ്പൊ ഒന്നാണ് കളറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ലെമൺ വാട്ടർ വേണമെങ്കിൽ കുടിച്ചാൽ പറഞ്ഞു. ക്ഷീണം പറ്റുന്നതിന് നല്ലതെന്ന് പറഞ്ഞു. ഓക്കെ എന്നാണ് മേടിച്ച് കുടിച്ച്. ഓക്കെ. അപ്പോൾ കയ്യെ ചുണ്ടുമായ മുക്ക് തുടങ്ങിയവ പൊള്ളുന്നതാണ്, സൂക്ഷിച്ച് ദുഃഖിക്കേണ്ട. ഒരുത്തി ഇവിടെ നിന്ന് കഷ്ടപ്പെട്ട് സ്ട്രെയിറ്റ് ചെയ്യണം. ഞാനിപ്പോൾ കുളിച്ചിട്ടൊക്കെ വന്നിട്ട് സ്ട്രെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. എനിക്ക് ആരെങ്കിലും സ്ട്രെയിറ്റ് ചെയ്ത് തരണം കേട്ടോ. എനിക്ക് അറിഞ്ഞൂടെ സ്ട്രെയിറ്റ് ചെയ്യണ്ടേ. പക്ഷെ എൻ്റെ മുടി അവിടെ നിന്ന് എനിക്കൊന്ന് ഓണത്തിന് ഇവളാന്ന് തോന്നി. നീ അല്ലേ ചെയ്തത്? ഞാൻ ചെയ്ത് ഇന്നും ചെയ്ത് തരണേ. ഞാനിപ്പോൾ കുളിച്ചിട്ട് ഇല്ല. സമയത്രയെന്നറിയോ? നാട്ടുകാരായിരിക്കും കൊച്ചെന്നെ ഇങ്ങനെയാണ്. 12:15 കേട്ടോ. 12:20 എങ്ങാണ്ടായി. സമയം 12:20 എടി ഇവളെന്നെ പേടിപ്പിച്ച് കണ്ടോ? മറ്റേ ക്ലിപ്പില്ലേ, ഞാർക്ക് ക്ലിപ്പ്, ഇവൾ അതുകൊണ്ട് തന്നെ കാലിലിട്ടിട്ട് ഇവള് നീങ്ങി നിന്നിട്ട് ഞാൻ ശരിക്കും പേടിച്ചു. ഞാൻ വിചാരിച്ചു നമ്മളിങ്ങനെ കടിക്കുന്ന പോലെ തോന്നുള്ളൂ. ഞാൻ 2 വെച്ചു. എന്നിട്ട് ഇവിടെ പറയാം നീ അതായിട്ട് കടിച്ച പോലെ തോന്നിയില്ലേ. ഓക്കെ, ഞാനെന്താ പറഞ്ഞോണ്ടിരുന്നത്? അപ്പോൾ 12:15 ഞാൻ പല്ല് തേച്ചില്ല. ഇവള് ഈ 3 മണിക്കത്തെ പരിപാടിക്ക് ഇവള് 12:30 എപ്പോഴും ഒരുങ്ങി കഴിഞ്ഞു കേട്ടോ ഗൈസ്. എടി 3 മണിന്ന് പ്രോഗ്രാം പറഞ്ഞാൽ 3:30 അവൾമാർ 2 മണി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കുളിച്ച് ഒരുങ്ങണം. അവൾമാർ പോകുമ്പോൾ 4:30 നമ്മൾ അവിടെ എത്തുമ്പോൾ. എന്നാലും അവിടെ ഏത് പ്രോഗ്രാം 3 മണി. ഞാൻ ഫസ്റ്റ് റെഡിയായി ഓണപ്പരിപാടിക്ക്. ഞാൻ 11:30 ആയപ്പം റെഡിയായി. ഞാൻ ശാലിനിയിൽ പോയി. ഞാൻ അതെല്ലാം സെറ്റാക്കിയിട്ടാണ് വന്നത് ഞാൻ. എന്നിട്ടോ എത്ര മണിക്ക് അവിടെ ചെന്ന് കയറിയ? 2 മണിക്ക്. അതിന് വഴക്ക് കിട്ടി. എനിക്ക് വേണ്ട അടി. എനിക്ക് ഉപ്പിട്ട കാര്യങ്ങൾ ഇഷ്ടമില്ല. എനിക്ക് ഷുഗർ വേണം. ഞാൻ ഭയങ്കര പഞ്ചാരയാ. ഞാൻ 12:15 അപ്പം ഞാൻ ഇനി പോയി പല്ലൊക്കെ തേച്ച്. പല്ലം തേക്കാന്ന് വെച്ചാൽ ഇപ്പോഴല്ല കേട്ടോ എഴുന്നേറ്റ്. ഞാൻ എഴുന്നേറ്റു പരിപാടിക്ക് പോവാണ് അത് പറഞ്ഞു. ഞങ്ങള് പല്ല് തേച്ചു. അല്ല ശരി, പല്ല് തേച്ചത് എല്ലാം പോയി കിടക്കുക. അഹല്യക്ക് ഇന്നലെ അത്ര ഉറക്കമില്ലായിരുന്നു. ഏതുടുപ്പിടും, എങ്ങനെ പോകും, മുടി കേൾ ചെയ്യണോ, സ്ട്രെയിറ്റ് ചെയ്യണോ, ഓണപ്പരിപാടിയാണോ അല്ലാത്ത പരിപാടിയാണോ? എനിക്ക് എടി പക്ഷെ എനിക്ക് ഇന്നലെ ഓഫ് കിട്ടുമില്ലെന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷെ ഓഫ് കിട്ടിയപ്പോൾ ഞാൻ ഏത് ഡ്രസ്സിലൊന്നും ഇപ്പം കിടന്ന് തപ്പു കേട്ടോ. ഓണപ്പരിപാടി ആയിരുന്നെങ്കിൽ എൻ്റെ കയ്യിൽ ടോപ്പ് സ്കേർട്ടും ഉണ്ടായിരുന്നു. പക്ഷെ ഓണപ്പരിപാടിയല്ല. അപ്പം ഞാൻ ഈ ഇടുമെന്ന് ഭയങ്കര സംശയമാണ്. എന്നിട്ട് അവസാനം ഒരെണ്ണം ഇപ്പം കൊണ്ടത് കഴുകി വിധിച്ചിട്ടുണ്ട്. ഓണപ്പരിപാടി എല്ലാം വിളിച്ചവനെ രാവിലെ പറഞ്ഞു ഓണപ്പരിപാടി അല്ലാന്ന്. ഓക്കെ, അപ്പം ഞങ്ങൾ ഒരുങ്ങിയിട്ട് കാണാം. അല്ല, ഞാൻ ഇപ്പോൾ പല്ലൊക്കെ തേച്ച് കുളിച്ചിട്ട് വരാം. ഈ വരളോ ഗായ്സ്. അങ്ങനെ ഇത് ഞാൻ എൻ്റെ മേക്കപ്പ് കഴിഞ്ഞിട്ടുണ്ട്. മേക്കപ്പ് അല്ല, കുളിച്ച് വന്നു. അത് ഇനി കണ്ണൊക്കെ ഒന്ന് എഴുതി. ലിപ്സ്റ്റിക് ഒന്നും ഇട്ടില്ല കേട്ടോ, ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ ഇവൾമാർ എന്ത് നിൽക്കാൻ പോവാം? ഞങ്ങളൊരു സാധനം മേടിക്കാൻ പോകും. അപ്പം ഞാൻ ഇവിടെ പോസ്റ്റാണ് ഗൈസ്. അവർ വരുന്നവരെ
ഞാൻ എടി ഞാൻ ഏത് കമ്മൽ എനിക്ക് ഫുള്ള് കൺഫ്യൂഷൻ ആണല്ലോ. ആണോ തുണി പോലും ഉണങ്ങിയില്ല ഗൈസ്. അവള് പിന്നെ ഫുള്ള് സെറ്റായി. ഇനി വരുന്നവരിനി എപ്പോ ഒരുങ്ങി ഇറങ്ങും അവരെന്നെ ഇടുന്നേ. എനിക്ക് സോനയുടെ തട്ടി മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, ഒരു പൊട്ട് മാത്രം, ഒരു ചന്ദനക്കുറി. എനിക്ക് ലിപ്സ്റ്റിക് ഇടണം. ലിപ്സ്റ്റിക് ഇട്ടില്ലെങ്കിൽ എൻ്റെ ലിപ്സ്റ്റിക് വരുന്നുണ്ട് ഓർഡർ. ഏതാണ് ഷെയ്ഡ്? എൻ്റെ ഹെഡ് സെറ്റ് ലിപ്സ്റ്റിക്കും വരായി എന്ന ഹെഡ് സെറ്റ് 30-ാം തീയതി കാണുന്നത്, ലിപ്സ്റ്റിക് 31-ാം തീയതി കാണുന്നത്. അത് 8 ഷെയ്ഡാ. എൻ്റെ ബർത്ത്ഡേക്ക് വന്നിരുന്നെങ്കിൽ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആണ് കേസ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ബർത്ത്ഡേയുടെ ഒന്ന് നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം. ഈശ്വര വിറ്റ് ഞങ്ങൾക്ക് ചിലവില്ല. ആ അതെ ഈശ്വര. ഇങ്ങനെ ഞാൻ ഉറക്കത്തിൽ നിന്നൊക്കെ രാവിലെ ബർത്ത്ഡേ ഒന്നും ആലോചിച്ച് തൂങ്ങി തൂങ്ങി നടക്കുന്ന കാര്യം. ഞാൻ ഉറങ്ങില്ല ഗൈസ്. അവിടെ വെള്ളം ഉണ്ടല്ലേ, എന്നിട്ടാണ് ഇത് അയച്ചു നടക്കുന്നത്. ഓക്കെ അപ്പോൾ ഞാൻ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി കമ്മലിട്ട് എൻ്റെ മേക്കാതെ ഒരെണ്ണം വാങ്ങിക്കണം. പക്ഷെ എൻ്റെ എല്ലാവരും വന്നിട്ട് ഒരുങ്ങിയിട്ട് പറയാൻ പറഞ്ഞു. ഓക്കെ ഇനി ഇവരെല്ലാം വന്നിട്ട് ഒരുങ്ങട്ടെ. ഞാൻ എന്തായാലും കുറച്ചേരം ഫോണിൽ കളിച്ച് വിശക്കുന്നുണ്ട്. പക്ഷെ താഴെ ഇറങ്ങിപ്പോയി കഴിക്കാൻ വയ്യ. ഓരോ ഫ്ലോറിൽ ഫുഡ് വെച്ചായിരുന്നേ കൊള്ളായിരുന്നല്ലേ. പാക്ക് ചെയ്ത് ചെറിയതാഗ്രഹം അതായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. താഴെ 4-ാമത്തെ നിലയിൽ നിന്ന് താഴെ ഇറങ്ങിപ്പോയി കഴിച്ചിട്ട് തിരിച്ച് 4-ാമത്തെ നില ലിഫ്റ്റ് ഉണ്ടായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആ അശ്വിനി ലിഫ്റ്റ് ഉണ്ടായിരുന്നു. ഇറങ്ങിപ്പോയി കഴിക്കാൻ ലിഫ്റ്റ് കരുതല്. അവന്മാരുടെ ഹോസ്റ്റലിനടുത്ത് അവന്മാരുടെ ഹോസ്റ്റലിൽ അവിടെ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഒരു ഇടവഴിയുണ്ട്. അതുവഴി ഇങ്ങോട്ട് കയറും. ഇപ്പോഴത്തേ ഞങ്ങൾ ചോറ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പണി കിട്ടിയ എന്താന്ന് വെച്ചാൽ ഈസേ സോനയൊക്കെ വന്നു. പോണോ വേണ്ടായോ എന്നായി. അറിയില്ല, വെറുതെ ഒരു ഓഫും വാങ്ങിച്ചു. ഞങ്ങളിപ്പോ ചോറ് വയ്ക്കോട്ടോ. അമൃത അഹല്യം വന്നില്ല. അങ്ങനെ ഇതേ ഞാൻ ഒരുങ്ങിയിട്ടുണ്ട്. സോ ഞങ്ങൾ പോവാൻ ഇറങ്ങുകയാണ്. ലിപ്സ്റ്റിക്കിൻ്റെ പകുതി ഞാൻ നക്കി തിന്നു. പഴമാർ വരുമ്പോൾ ലിപ്സ്റ്റിക് എടുത്തിട്ട് വരും. അത് വിടാം. എൻ്റെ ഇവിടെ ഒരു കുരു വന്നു. സോ ഇവിടെ 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 അപ്പം ഞങ്ങൾ പോയിട്ട് അപ്പം ഞങ്ങൾ ജ്യൂസ് കുടിക്കാൻ വയ്യായിരുന്നു. ജ്യൂസ് കുടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് ഹോസ്റ്റലിലോട്ട് നടന്നിരിക്കുക. ഊബർ ബുക്ക് ചെയ്തിട്ട് അവരോട് കിടക്കുന്നത് ചെറപ്പറ വിളിക്കുന്നുണ്ട്. ഞങ്ങൾ പോയിട്ട് വേണം കയറാൻ. ബുക്ക് ചെയ്തൊന്ന് ചുമ്മാ പറഞ്ഞതായിരിക്കും. അപ്പം ഞങ്ങൾ പോട്ടെ. പിന്നെ ഇവിടുത്തെ സ്ഥലം നമുക്ക് നല്ലോണം കയറിയിട്ടുണ്ടല്ലേ. ഓക്കെ व्हीकल नंबर चूज ചേച്ചി നോക്ക് ചേച്ചി. ചേച്ചി നോക്ക് व्हीकल ചേച്ചി. नंबर चूज को ജിഷ്മ ചേച്ചി യോ കാണിക്കും നിങ്ങൾ. पिन्नो ഫോൺ വീഡിയോ പിൻ നമ്പറാ 2633. അമൃതേ യോ കാണിക്കും. വീഡിയോ എടുക്കട്ടെ. നല്ലൊരു പാട്ട് ചെയ്യും. വരുന്നോ? എവിടെ? ഇതൊക്കെ മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലം. എന്താടി പറയുന്നേ? നമ്മുടെ നാടിനെയാണോ നീ പറഞ്ഞേ? എനിക്ക് എന്റെ വീടിന്റെ സ്ഥലം ഇഷ്ടമാണ്. ശിവശംഭോ ശിവശംഭോ. കോപ്പിറൈറ്റ് അടിക്കേണ്ടി വീഡിയോയ്ക്ക്. നമ്മൾ തന്നെ രാജാവും ചെറിയ ഭൂമിയല്ല വിധിച്ചത് നമുക്ക്. ഉച്ചക്കിറക്കിൽ പറക്ക്
ചെറി പൂത്താലും താമര കണക്ക് ചോറ് പോരെ മണ്ണിൽ ജീവിക്കാൻ കഥയൊന്നും അറിയാത്ത കൂട്ടം കുരങ്ങ് കരങ്ങളിലോ പൂന്തോട്ടം വയറ് നിറയ്ക്കാനല്ലേ നെട്ടോട്ടം വലയിലൊതുങ്ങാത്ത പരലിൻ കൂട്ടം കുരുവി കൂട്ടും പോലെ കൂട്ടിയെല്ലാം മുക്കത്തുട്ട് കുതിര പോലെ പാഞ്ഞു വേണ്ടതെല്ലാം മുന്നിക്കെട്ട് കയർ ഗൈസ് ഈ നിപ്പെന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത്രയും നേരം തുള്ളിച്ചാടി വന്ന ഞങ്ങൾ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കുന്നതെന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ 6 ആയിട്ടുണ്ടായിരുന്നു. പ്രോഗ്രാം 6 അവരങ്ങ് അവസാനിപ്പിച്ചു. സോ അവിടെ പ്രോഗ്രാമൊക്കെ തീർന്നു. അപ്പോൾ പിന്നെ ഹൈദരാബാദിൽ ഏറ്റവും വലിയ മോളിൽ വന്നില്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷെ വന്ന മൂഡ് അതേപോലെ എല്ലാവർക്കും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തോ പോയാണ്ടപ്പോൾ എല്ലാവരും അവിടെ എവിടെയൊക്കെ മാറി നിൽക്കുകയാണ്. പിന്നെ നമ്മൾ ലാസ്റ്റ് പോകാനിറങ്ങി വണ്ടി ബുക്ക് ചെയ്തു. ഒരു 9 മണി വരെയൊക്കെ നമ്മൾ അവിടെ കിടന്ന് കറങ്ങി. അത് കഴിഞ്ഞ് 9 മണിയൊക്കെ ആയപ്പോഴേക്കും അതും 4 പേര് 4 വഴിക്കാട്ടോ കറങ്ങിയത്. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ മൊത്തമൊന്നും കണ്ടതില്ല. മൊത്തമൊക്കെ കണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സമയം വേണം. നമ്മളൊരു 9 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കേട്ടോ. എന്നിട്ട് വണ്ടി ബുക്ക് ചെയ്തിട്ട് ഇവിടെ നിൽക്കുക. പ്രോഗ്രാം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ 6:20 ആയില്ലേ. ഞങ്ങളിവിടെ വന്നപ്പോൾ കുറച്ച് ലൈറ്റ്സ് ആയിപ്പോയി. പ്രോഗ്രാം പറ്റിയേ പറ്റില്ല. 8:30 വരെ ഞങ്ങൾ ഇവിടെ കിടന്ന് കറങ്ങി. ഇപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി ഊബർ ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. സോനയുടെ മുഖം കടലിൽ കുത്തിയത് പോലെയുണ്ട്. ഇവിടെ എല്ലാവരും മുഖം കടലിൽ കുത്തിയത് പോലെയുണ്ട്. എൻ്റെ മുഖം അങ്ങനെയൊന്നുമില്ല. എനിക്ക് വേറെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഒച്ചയ്ക്കൊന്ന് ഇറങ്ങി പോകണമെന്ന് പറഞ്ഞു. പക്ഷെ കയ്യിൽ പൈസ ഇല്ലാതെ അതുകൊണ്ടുള്ള വിഷമം കൊണ്ട് ഞാൻ അത് പോകിയായിരുന്നു. പിന്നെ എനിക്ക് 9 മണിക്ക് മുമ്പ് കയറണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 9:30 അതിനുള്ള എനിക്ക് റൂമിനകത്ത് കയറണം. വീട്ടിൽ നിന്ന് വിളിക്കുന്നതിന് മുമ്പ് റൂമിൽ കയറണം. ഇല്ലെങ്കിൽ വീട്ടുകാർ നല്ലുണ്ടാകും. സോ അതുകൊണ്ട് തിരിച്ചു കൊളറാക്കണം. തിരിച്ചു പോകാനുള്ള വന്നു പോകുന്നു. അടിപൊളിയായിട്ട് നിന്നെ കാണാനില്ലായിരുന്നു തുടക്കം തൊട്ട്. ഇപ്പം കണ്ടു. ഓക്കെ എന്താ തിരിച്ചിട്ട പോലെ ഇത് 2 കിട്ടും. ബട്ടൺ ഞാൻ അമർത്തിയിട്ടുണ്ട്. ഇനി വരില്ല. ഓക്കേ ബൈ. അങ്ങോട്ട് നടാ. സോനയുടെ ഓട്ടം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്നാന്ന് ഫ്രണ്ടിൽ കയറാനാന്ന് പിന്നെ മനസ്സിലായി. വള്ളി ഞങ്ങൾക്ക് ബലൂണൊക്കെ കിട്ടിയിട്ടുണ്ട്. പാട്ടുണ്ടോ? ഞങ്ങൾ ഡാൻസ് ഒക്കെ ഇട്ടാണ്. ഉച്ചയ്ക്ക് എൻജോയ് ചെയ്യാൻ ഇപ്പോഴേക്കേ പറ്റൂ ഗൈസ്. അതൊക്കെ നമുക്ക് ഈ മൊമെന്റ്സ് ഒക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മിസ്സാകും. എൻ്റെ +1 +2 എനിക്ക് ശരിക്കും മിസ്സാകുന്നുണ്ട്. അത് ഞാൻ ഫ്യൂസിങ് പറയാം. കാരണം അവിടെ അലമ്പാൻ ഒരുപാട് സാഹചര്യം കിട്ടിയിട്ടും അലമ്പാതെ പോയതുകൊണ്ട് പഠിത്തം മാത്രമായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ പിന്നെ ഈ ലൈഫ് ഇടയ്ക്കൊക്കെ വേണ്ട എന്തെങ്കിലും. മുട്ടനടി 7 പേരും കൂടെ മുട്ടനടി കഴിഞ്ഞിട്ടാണ് വണ്ടിക്കകത്ത് കയറിയത്. അതെ അഹല്യ അടിയെന്ന് വെച്ച് ഞങ്ങൾ അങ്ങോട്ട് അടിയിലായിരുന്നു.
ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അറിയാം. അത് ഇത് കയറി അടിച്ചത്. ഇതാണോ? ആ അത് തന്നെ അതിനല്ലേ. പക്ഷെ എനിക്ക് ഉമ്മ കൊടുക്കണേ.